ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ വിശ്രമവേളകൾ സോഷ്യൽ മീഡിയ ലോകം നമുക്ക് തരുന്ന ലൈക്കുകളിലേക്കും കമന്റുകളിലേക്ക് തിരിച്ചുകളിലേക്ക് മാത്രമായി ചുരുങ്ങുന്നതായി നമുക്ക് കാണാം. ഒരിക്കൽ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ അവളുടെ ആത്മീയ ജീവിത പുരോഗതിയിലെ ചില ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് ബോധ്യപ്പെട്ട അധികാരികൾ അവയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ മദർ വഴി അവളോട് ആവശ്യപ്പെടുകയുണ്ടായി. ദുർബലയായതിനാൽ മറ്റൊരു സഹോദരി കൊണ്ട് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചാൽ മതിയെന്നും അറിയിച്ചു. അൽഫോൻസാമ്മയുടെ മറുപടി പ്രകാരമായിരുന്നു: അങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. എഴുതി സൂക്ഷിക്കാൻ മാത്രം അസാധാരണമായ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. എന്നെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അവയൊക്കെ നശിപ്പിച്ചു കളയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം നിരസിക്കപ്പെട്ടപ്പോൾ കരഞ്ഞുകൊണ്ട് വീണ്ടും അൽഫോൻസാമ്മ പറയുകയാണ്: ഒരു പുഴുവിനേക്കാൾ ഒട്ടും ശ്രേഷ്ഠയല്ല ഞാൻ. എൻ്റെ ജീവിതത്തിൽ അസാധാരണമായി ഒന്നുമില്ല. ഒരു ഹീനജീവിയായ എന്നെക്കുറിച്ച് എഴുതാൻ എന്തിരിക്കുന്നു? മദറിന് വിശ്വാസമില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, ആളുകൾ എന്നെക്കുറിച്ച് അറിയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഒരു നാൾ സംഭവിക്കും. ആളുകൾ എന്നെക്കുറിച്ച് അറിയും. അവളുടെ യുക്തിയിൽ അത്ഭുതപ്പെട്ട മദർ അവിടെ വെച്ച് തന്നെ ആ നോട്ടുകളെല്ലാം കീറിക്കളയുകയാണ്. എന്തെന്നാൽ ലോകത്തിന്റെ യുക്തിയിലെ ഒരു വിജയപാത ആയിരുന്നില്ല അൽഫോൻസാമ്മയുടേത്. നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തിരിഞ്ഞു പോകുന്നതിന്റെ യുക്തിയുടെ പാതയായിരുന്നു അവളുടേത്. കേവലം 36 വർഷം മാത്രം ജീവിച്ച അൽഫോൻസാമ്മയുടെ ജീവിതത്തിലെ 1/3 ഭാഗവും രോഗക്കിടക്കയിലായിരുന്നു. കൂടെയുള്ളവർ ആതുര സേവനത്തിലും വിദ്യാഭ്യാസം അജപാലന ശുശ്രൂഷയിലുമൊക്കെ സുവിശേഷവത്കരണത്തിൽ ഏർപ്പെട്ടപ്പോൾ അൽഫോൻസാമ്മ തന്റെ രോഗക്കിടക്കയിൽ സഹനത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ലോകത്തിന്റെ അംഗീകാരങ്ങളെക്കാൾ ഉപരി തന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ ഹിതത്തിന് കാതോർത്തവൾ. കാലം ഏറെ പിന്നിടുമ്പോൾ അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിനെയും ക്ലാരയും പോലെ സ്നേഹിക്കപ്പെടാതെ പോയ ആ സ്നേഹത്തെ സ്നേഹിച്ച ഭരണജ്ഞാനത്തെ ആ സഹന പുഷ്പം ഇന്നും അനേകരുടെ ഹൃദയങ്ങൾ സ്നേഹിക്കപ്പെടുകയും അനേകരുടെ അതരങ്ങൾ അവൾക്ക് സ്തുതി പാടുകയും ചെയ്യുന്നു. ഇതല്ലേ ഒരു മനുഷ്യ ജീവിതത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ലൈക്കും കമന്റും ഒക്കെ. ദൈവം നമുക്ക് നൽകുന്ന ലൈക്കിനും കമന്റിനുമായി നമുക്ക് ജീവിക്കാം. അൽഫോൻസാമ്മയുടെ തിരുനാളിന്റെ മകൾ ഏറ്റവും സ്നേഹത്തോടെ നേരും.